ലോക ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മോഡേൺ ഹിസ്റ്ററിയിൽ അത്രമേൽ പഠനങ്ങളും തേടലുകളുമൊക്കെ നടന്ന ഒരേ ഒരാളിൻ്റെ പേരാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്നത്. ലോകം കണ്ട ഏറ്റവും മികച്ച മിലിറ്ററി ജീനിയസുകളിൽ ഒരാൾ. സൈനിക മേഖലയിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റിനൊപ്പവും ജൂലിയസ് സീസറിനൊപ്പവുമൊക്കെ താരതമ്യപ്പെടുത്തുന്ന ഒരാൾ. ആധുനിക ചരിത്രത്തിൽ 1795 മുതൽ 1799 വരെയുള്ള വളരെ ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമല്ലാതിരുന്ന ഒരാൾ ഫ്രാൻസിൻ്റെ തന്നെ നായകനായി മാറുക. അതായിരുന്നു നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ജീവിതം. 1769 ഫ്രാൻസിൽ പോലുമല്ലാത്ത കോർസിക എന്ന ദ്വീപദേശത്ത് ജനിച്ച അദ്ദേഹം 1785 ഒരു സൈനികനായി മാറുകയും 1795 റോയലിസ്റ്റ് റബൽസ് നടത്തിയ ഒരു മാർച്ചിനെ ശക്തമായി നേരിടുകയുമുണ്ടായി. അതിനെ തുടർന്ന് സൈനിക സ്ഥാനങ്ങളിൽ ഉയർന്ന നെപ്പോളിയൻ 1799 ഫ്രാൻസിൻ്റെ നായകസ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. പിന്നീട് കണ്ടത് യൂറോപ്പിൽ ഫ്രാൻസ് എന്ന രാജ്യത്തിൻ്റെ ശക്തി പ്രകടനങ്ങളായിരുന്നു. ആർക്കും വെല്ലുവിളിക്കാൻ പോലും പറ്റാതിരുന്ന ബ്രിട്ടീഷ് എംപയറൊക്കെ നെപ്പോളിയന് മുന്നിൽ പതറുന്ന കാഴ്ചകളും ആ കാലഘട്ടത്തിലുണ്ടായി. എതിരാളികളായി നിന്ന പ്രഷ്യൻ സൈന്യത്തെയും ഓസ്ട്രിയൻ സൈന്യത്തെയും ഒക്കെ തകർത്തെറിഞ്ഞ നെപ്പോളിയൻ യൂറോപ്പ് കീഴടക്കാനായി ആ കാലത്ത് പല നീക്കങ്ങളും നടത്തുകയും തൻ്റെ അതിർത്തി രേഖകൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. 1800കളിൽ യൂറോപ്പിലെ ഏറ്റവും ശക്തനായ മനുഷ്യൻ നെപ്പോളിയൻ ആയിരുന്നുവെന്നതിൽ ഒരു തർക്കവുമില്ല. ആ മേഖലയിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായി തന്നെ ഫ്രഞ്ച് സാമ്രാജ്യം മാറുകയുമുണ്ടായി. അതുമാത്രമല്ല, ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും നെപ്പോളിയൻ പരോക്ഷമായി നിയന്ത്രിക്കുക പോലുമുണ്ടായി. എന്നാൽ 1812 ആ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതാണ് കണ്ടത്. നിർഭാഗ്യവശാൽ അതിന് കാരണക്കാരനായത് നെപ്പോളിയൻ തന്നെയായിരുന്നുവെന്നും പറയാം. നെപ്പോളിയനേറ്റ തിരിച്ചടികൾക്ക് പ്രധാനമായും ചരിത്രത്തിൽ 3 കാരണങ്ങൾ പറയുമെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ റഷ്യൻ ആക്രമണത്തിനപ്പുറം അദ്ദേഹം വലിയ തോതിൽ തന്നെ തിരിച്ചടികൾ നേരിടുകയും ദിനംപ്രതി തൻ്റെ സാമ്രാജ്യത്തിൻ്റെ ശക്തി കുറഞ്ഞു തുടങ്ങുകയുമുണ്ടായി. റഷ്യൻ ആക്രമണത്തിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സൈനിക ബലം ഒരു അവസരമായി കണ്ട മറ്റ് ശക്തികൾ ഉടൻ തന്നെ നെപ്പോളിയനെ ആക്രമിക്കുകയും നെപ്പോളിയൻ്റെ മികച്ച സൈന്യം തകർന്ന് തരിപ്പണമാവുകയുണ്ടായി. 1814 ആവുമ്പോഴേക്ക് നെപ്പോളിയൻ്റെ ശക്തി തീർത്തും ഇല്ലാതായെന്ന് തന്നെ പറയാം. എതിരാളികൾ പാരീസിലേക്ക് ആ സമയം മാർച്ച് ചെയ്യുക പോലുമുണ്ടായി. നെപ്പോളിയൻ പോരാട്ടം തുടരാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ പട്ടാള കമാൻഡർമാർ വിസമ്മതിച്ചതിനെ തുടർന്ന് 1814 ഏപ്രിലിൽ നെപ്പോളിയൻ തൻ്റെ സ്ഥാനമൊഴിയുകയും അദ്ദേഹത്തെ എൽബ എന്നൊരു ദ്വീപിലേക്ക് നാട് കടത്തുകയുമുണ്ടായി. എന്നാൽ 1815 മാർച്ച് 1 അദ്ദേഹം എൽബ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വീണ്ടും ഫ്രാൻസിലെത്തുകയും പാരീസിലേക്ക് മാർച്ച് ചെയ്യുകയുമുണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയൊരു സൈന്യത്തിൻ്റെ അധിപനായി മാറിയ അദ്ദേഹം വീണ്ടും ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി യാതൊരു എതിർപ്പുകളുമില്ലാതെ മാറുകയുണ്ടായി. ജനങ്ങളും സൈന്യവും അപ്പോഴും അദ്ദേഹത്തെ അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണിത്. അങ്ങനെ എതിരാളികളും നെപ്പോളിയനുമായി വീണ്ടും ഒരു യുദ്ധം സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ലോകപ്രസിദ്ധമായ ബാറ്റിൽ ഓഫ് വാട്ടർലൂ എന്നത്. ഈ യുദ്ധത്തിനൊടുവിൽ വീണ്ടും നെപ്പോളിയൻ പരാജയപ്പെടുകയും ഇത്തവണ ബ്രിട്ടീഷ് സാമ്രാജ്യം കുറെ കൂടെ ദൂരെയുള്ള സൗത്ത് അറ്റ്ലാന്റിക്കിലെ സെയിൻറ്റ് ഹെലേന ദ്വീപിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തുകയുണ്ടായി. നെപ്പോളിയൻ എന്ന അതികായൻ്റെ ശക്തിയാർന്ന ജീവിതത്തിൻ്റെ അവസാനവും അവിടെയായിരുന്നു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തോൽവിയെ തുടർന്ന് 1814 സ്ഥാനഭ്രഷ്ടനാക്കിയപ്പോഴും 1815 വീണ്ടും സ്ഥാനം നഷ്ടപ്പെട്ടപ്പോഴും നെപ്പോളിയനെ നാടുകടത്തുകയല്ലാതെ എതിരാളികൾ അന്ന് വധിക്കുകയുണ്ടായില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷ നൽകുകയുണ്ടായില്ല. അതിന് ചില കാരണങ്ങളും കണ്ടെത്താനാകും. അതിവിടെ പരിശോധിക്കാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ, അവരുടെ അനിയന്ത്രിതമായ ശക്തിയെ ഒരു പരിധിവരെ തടഞ്ഞ എതിരാളികളായി നിന്ന ഓസ്ട്രിയൻ പ്രഷ്യൻ സൈന്യങ്ങളെയൊക്കെ പലതവണ തകർത്തെറിഞ്ഞ യൂറോപ്പിൽ അതുവരെയും നിലനിന്നിരുന്ന വ്യവസ്ഥിതിയെ തന്നെ തകിടം മറിച്ച നെപ്പോളിയൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അപ്രമാദിത്വത്തെ തന്നെ ചോദ്യം ചെയ്തു നിലകൊണ്ട ഒരാളാണെന്ന് നിസ്സംശയം പറയാം. ചുരുക്കിയാൽ നെപ്പോളിയൻ 1800കളിൽ യൂറോപ്പിലെ പല മേഖലകളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എതിരാളിയായിരുന്നു എന്നത് തന്നെ. 1814 ആദ്യമായി സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ എതിരാളികൾ ബഹുമാനത്തോടെ തന്നെ പെൻഷനൊക്കെ നൽകിക്കൊണ്ട്, എംപറർ സ്ഥാനം നിലനിർത്തിക്കൊണ്ട്, 600 സൈനികരെ നൽകിക്കൊണ്ട്, എൽബ ദ്വീപിൻ്റെ നായകനായി കണക്കാക്കിക്കൊണ്ടൊക്കെയാണ് അന്ന് നാടുകടത്തുകയുണ്ടായത്.
എന്നാൽ തിരിച്ചുവരവിനപ്പുറമുണ്ടായ വാട്ടർലൂ യുദ്ധസമയത്ത് നെപ്പോളിയനെ ഒരു ക്രൂരനായും ക്രിമിനലായും മനുഷ്യകുലത്തിന് പറ്റാത്തവനായും സ്വേച്ഛാധിപതിയായുമൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെടുക പോലുമുണ്ടായി. പല എതിരാളി മേഖലകളിലും സൈനികർക്കിടയിലും നെപ്പോളിയനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കണമെന്ന ആവശ്യവും വാട്ടർലൂ യുദ്ധത്തിനപ്പുറം ഉയർന്നു വരികയുണ്ടായി. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. പല രാജ്യങ്ങളായിരുന്ന എതിരാളികൾ ഈ ഒരു സാധ്യതയെ ഒരുമിച്ച് അംഗീകരിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണത്. മറ്റൊന്ന്, എതിരാളികളായി നിന്ന സൈനികർക്ക് പോലും നെപ്പോളിയൻ എന്ന സൈനിക മേധാവിയോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടായിരുന്നു. മറ്റൊന്ന്, ഒരു ദേശത്തെ ഭരണാധികാരിയെ പിടിച്ച് വധിക്കുക എന്നൊരു നയം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതുമാണ്. എൽബയിലേക്ക് നാടുകടത്തപ്പെട്ട നെപ്പോളിയൻ ഫ്രാൻസിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ ജനങ്ങൾ ഒന്നാകെ സ്വീകരിച്ചതും മുഴുവൻ സൈന്യവും അദ്ദേഹത്തിന് കീഴിൽ നിലകൊണ്ടതും ഈ ഒരു എതിരാളികൾക്കും സ്വാഭാവികമായും അറിയുമല്ലോ. അത്രമാത്രം ജനപിന്തുണ അത്തരമൊരു സന്ദർഭത്തിൽ പോലും നിലനിൽക്കുന്ന ഒരു ഭരണാധികാരിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. നെപ്പോളിയനെ പോലൊരാളെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയാൽ ഫ്രാൻസ് മേഖലകളിലും നെപ്പോളിയനെ പിന്തുണയ്ക്കുന്ന മറ്റ് മേഖലകളിലും രാഷ്ട്രീയ അസ്ഥിരത തന്നെ സൃഷ്ടിക്കപ്പെടുമെന്നതും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമെന്നതും യുദ്ധത്തെക്കാൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായി മാറിയേക്കാവുന്ന ഗറില്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാവുന്നതും അത് ക്രമേണ നിലവിൽ വിജയിച്ചു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പോലും നിരന്തര തലവേദനയാകുമെന്നതും ഉറപ്പുള്ള കാര്യമാണ്. കാരണം നെപ്പോളിയനെ അന്ന് വധിച്ചിരുന്നെങ്കിൽ നെപ്പോളിയൻ ഒരു രക്തസാക്ഷിയായി മാറിയേനെ. നെപ്പോളിയൻ എന്ന ആ മനുഷ്യൻ ഒരു ആശയവും ചിഹ്നവുമായി ഫ്രാൻസിലെ ജനത ഒരുമിക്കാനും എതിരാളികൾ തന്നെ തകരാനും സാധ്യത അവിടെ നിലനിന്നിരുന്നു. ചരിത്ര എഴുത്തുകൾ പരിശോധിച്ചാൽ പ്രഷ്യൻ സൈനിക മേഖലകൾ നെപ്പോളിയനെ വധിക്കണമെന്ന ആശയത്തിൽ നിലകൊണ്ടവരായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വരാൻ പോകുന്ന വിപത്തിനെ മുൻപേ കണ്ട് അത് തടഞ്ഞു എന്നും പറയാം. സ്വാഭാവികമായും അത്തരമൊരു സന്ദർഭത്തിൽ പ്രശ്നത്തെ ഇല്ലാതാക്കാനും രാഷ്ട്രീയ മുഖത്ത് നിന്ന് ശക്തമായ ആ എതിരാളിയുടെ പ്രാധാന്യം നശിപ്പിക്കുന്നതിനും ഈ നാടുകടത്തൽ നടപടി ആ കാലത്ത് സർവ്വസാധാരണമായി നിലകൊണ്ട ഒന്നായി മാറി. കാരണം ആ കാലത്ത് ഇന്നത്തെ പോലെ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ദൂരദേശങ്ങളിൽ നിന്ന് ചെറിയൊരു സമയം കൊണ്ട് മറ്റൊരു ദേശത്തെ നിയന്ത്രിക്കുന്നതിനും ആശയവിനിമയത്തിനുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടും. സ്വാഭാവികമായും അത്തരമൊരു സന്ദർഭത്തിൽ സെയിൻറ്റ് ഹെലേന പോലെ സൗത്ത് അറ്റ്ലാന്റിക്കിലെ ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്ക് നെപ്പോളിയനെ മാറ്റിയാൽ അപ്രതീക്ഷിതമായി തങ്ങൾക്ക് നേരെ ഒരു ആക്രമണം സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികൾ മനസ്സിലാക്കി കാണും. ബ്രിട്ടീഷ് സാമ്രാജ്യമൊക്കെ നെപ്പോളിയനെ അത്രമേൽ വെറുത്തിരുന്നെങ്കിൽ പോലും വധശിക്ഷയ്ക്ക് അദ്ദേഹത്തെ വിധേയനാക്കിയാൽ നെപ്പോളിയൻ ഉണ്ടാവാൻ പോകുന്ന രക്തസാക്ഷിത്വ ചിത്രത്തെക്കാളും ഒരു ദ്വീപിൽ അദ്ദേഹം ജീവിക്കുന്നു എന്ന നിലയിൽ ക്രമേണ സാധാരണ ജനജീവിതത്തിലൊക്കെ പ്രാധാന്യമില്ലാത്ത അവസ്ഥയിലേക്കും നെപ്പോളിയൻ കൊണ്ടുചെന്നെത്തപ്പെടും. ഇത്തരമൊരു സാഹചര്യത്തിൽ നാവികസേനയിൽ അവസാന വാക്കായി നിലകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യം നാടുകടത്തൽ നടപടിയിലേക്ക് കടന്നത് മറ്റൊന്നും കൊണ്ടാവില്ല. നെപ്പോളിയൻ്റെ ജനപിന്തുണയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അത്രമാത്രം യുദ്ധങ്ങളും ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു വീണപ്പോഴും നെപ്പോളിയനെ ഫ്രാൻസിലെ ജനങ്ങൾ വെറുത്തതേയില്ല. സത്യത്തിൽ ഫ്രഞ്ച് ജനതയെ എതിരാളികളിൽ നിന്ന് സംരക്ഷിച്ചത് നെപ്പോളിയനാണെന്നും അതിനായുള്ള യുദ്ധങ്ങളായിരുന്നു നെപ്പോളിയൻ നടത്തിയത് എന്നും ഫ്രഞ്ച് ജനത വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മികച്ച രാഷ്ട്രീയ ബുദ്ധിയും സൈനിക കമാൻഡർ കഴിവുകളും അതിന് ബലമേകി എന്നും പറയാം. ഒപ്പം റോമൻ സാമ്രാജ്യ വഴികൾ തുറന്നെടുക്കണമെന്ന് ആഗ്രഹിച്ച നെപ്പോളിയൻ റോമൻ കാലഘട്ടത്തിലെ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തതോടെ ഏറ്റവും വലിയ ജനറലായും ഭരണാധിപനായും നെപ്പോളിയനെ ഉയർത്തിക്കാട്ടി എന്നും പറയാം. അതൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊപ്പഗാണ്ട ഭാഗമായിട്ടും കണക്കാക്കാവുന്നതാണ്. ഏതായാലും നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന പട്ടാള ജനറലായ ഭരണാധിപനായ മനുഷ്യൻ ഫ്രഞ്ച് ജനതയിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തിയ ഒരാളാണെന്ന് നിസ്സംശയം പറയാം. തോൽവികൾ ഏറ്റുവാങ്ങിയപ്പോൾ പോലും അദ്ദേഹം ഫ്രഞ്ച് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീറോ ആയിരുന്നു. അതിന്നും അങ്ങനെ തന്നെ. അത്തരത്തിലുള്ള ഒരു ഇമേജുള്ള നെപ്പോളിയനെ പോലൊരു വ്യക്തിത്വത്തെ വധിക്കുക എന്നാൽ അത് അപകടത്തെ ക്ഷണിച്ചു വരുത്തൽ കൂടിയാണ്. ചരിത്ര വഴികളിൽ എപ്പോഴും രക്തസാക്ഷികളായിട്ടുള്ളവരാണ് എപ്പോഴും ജീവിക്കുന്നവരെക്കാൾ എതിരാളികൾക്ക് അപകടകരമായിട്ടുള്ളത്. രക്തസാക്ഷികളായവർ ജനങ്ങളുടെ മനസ്സിൽ അതേപോലെ തന്നെ നിലകൊള്ളുകയും അതൊരു ചിഹ്നമായും ഭാവി മുന്നേറ്റങ്ങൾക്ക് തുടക്കമിടാനും ദേശീയതയ്ക്കും എതിരു പോരാട്ടത്തിനുമൊക്കെ ഫലമേകിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ നെപ്പോളിയനെ പോലെ അത്രമേൽ ജനകീയനായ ഒരാളെ വധിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അത്രമേൽ വലുതായിരിക്കുമല്ലോ. അത് സ്വാഭാവികമായും മുൻകൂട്ടി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് സാമ്രാജ്യം മികച്ച രീതിയിൽ തന്നെ, അതായത് നാടുകടത്തലിലൂടെ ഈ പ്രശ്നത്തെ പരിഹരിച്ചു എന്നും പറയാവുന്നതാണ്.
ഏതായാലും രണ്ടാം നാടുകടത്തലിൽ ബ്രിട്ടീഷ് ഒരു പഴുതും നൽകാതെ സൗത്ത് അറ്റ്ലാന്റിക്കിലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന സെയിൻറ്റ് ഹെലേനയിലേക്ക് നെപ്പോളിയനെ പറിച്ചു നട്ടു. അവിടെ അദ്ദേഹം തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഓർമ്മകൾ എഴുതിക്കൊണ്ട് നീണ്ട 6 വർഷക്കാലം തടവ് പോലെ ആ ദ്വീപിൽ ജീവിക്കുകയും 1821 മരണപ്പെടുകയുമാണ് ഉണ്ടായത്. മരണത്തിന് തൊട്ടു മുൻപായി നെപ്പോളിയൻ താൻ ചെയ്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. അതിൻ്റെ അവസാന വാചകം ഇങ്ങനെയാണ്: I have inspired France and Europe with new ideas that will never be forgotten.